മുസ്ലിം ലീഗിനെ പോലൊരു പാർട്ടി എന്ന് പറയുന്നത് തുറന്നു പറഞ്ഞാൽ കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതൃത്വമായിട്ട് വലിയ ആത്മബന്ധമുള്ളവരല്ല മുസ്ലിം ലീഗ് നേതൃത്വം. അത് വലിയൊരു പോരായ്മയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ കാര്യത്തിലുള്ളത്. പണ്ടെന്ന് പറഞ്ഞാൽ കരുണാകരനെ, ആന്റണിയും ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ഈ ലീഗ് എന്ന് പറയുന്നത് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും കൃത്യമായിട്ട് യു ഡി എഫ് നേതൃത്വത്തിന്റെ ഇന്റഗ്രൽ പാർട്ടെന്ന് വെറുതെ പറയുന്ന കാര്യത്തിൽ അത് അങ്ങനെ തന്നെയായിരുന്നു. കാരണം അവർ ഈ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിച്ചിരുന്നു. കരുണാകരനായാലും ആന്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറയുന്ന ഒരു ആത്മബന്ധം ഇപ്പോഴുള്ള നേതൃത്വമായിട്ടില്ല. ഞാൻ വ്യക്തികളുടെ പേരിൽ പറയുന്നത് ഇപ്പോഴുള്ള നേതൃത്വമായിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വടക്കൻ കേരളത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് വടക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിൽ ഈ മുസ്ലിം ലീഗ് അല്ലാതെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാൻ എനിക്ക് തോന്നുന്നത് കണ്ണൂർ, കോഴിക്കോട് ജില്ലയിലെ ചില ഭാഗങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ യു ഡി എഫിന്റെ എല്ലാ പ്രചരണ സംവിധാനം ചലിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ്. അവിടെ നമ്മളൊരു കോൺഗ്രസിന്റെ ഒരു പരിപാടിക്ക് പോയാൽ അറിയാം, ഒരു 80-100 പേര് വന്നാൽ 80 പേര് മുസ്ലിം ലീഗുകാരായിരിക്കും യു ഡി എഫിന്റെ പരിപാടി. അതായത് ഇലക്ഷൻ പ്രചരണം ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധിയുടെ പരിപാടി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. അപ്പോൾ ഇതിനെ ചലിപ്പിക്കുന്നത് അവരാണ്. ഈ അവരുടെ അണികൾക്കിടയിലുള്ള ഒരു CPM വിരോധമുണ്ട്. ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിനല്ല, മുസ്ലിം ലീഗ് അണികൾ ഇൻഹറൻ്റായിട്ട് CPM വിരോധികളായിട്ടുണ്ട് പ്രാദേശികമായിട്ട്. അപ്പോൾ എപ്പോഴും ഈ കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഈ മുസ്ലിം ലീഗ് അണികൾ അവരുടെ CPM വിരോധമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു CPM വിരോധത്തെ ഉപയോഗിച്ചാണ് കോൺഗ്രസ് പലപ്പോഴും ഉത്തര കേരളത്തിലും നമ്മൾ നോർത്തേൺ മലബാർ, സെൻട്രൽ മലബാർ എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്ത് കയറിപ്പോരാറുള്ളത്.